അമേരിക്കൻ സാംസ്കാരിക ലോകത്തെയും രാഷ്ട്രീയ മണ്ഡലത്തെയും ഒരേപോലെ പിടിച്ചുലച്ചുകൊണ്ട് വാഷിംഗ്ടണിലെ വിഖ്യാതമായ ജോൺ എഫ് കെന്നഡി സെന്റർ ഫോർ ദി പെർഫോമിംഗ് ആർട്ട് എന്ന സ്ഥാപനത്തിന്റെ പേര് മാറ്റാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ നീക്കങ്ങൾക്ക് ഫെഡറൽ കോടതി കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ ഈ സാംസ്കാരിക കേന്ദ്രത്തിന് സ്വന്തം പേര് നൽകാനുള്ള ട്രംപിന്റെ തീവ്ര ശ്രമങ്ങളെ പാടെ തള്ളിക്കളയുന്നതായിരുന്നു US ഡിസ്ട്രിക്ട് ജഡ്ജി ക്രിസ്റ്റഫർ കൂപ്പറുടെ നിർണായക വിധി. ഈ വിധി പുറത്തു വന്നതോടെ വൈറ്റ് ഹൗസും ജുഡീഷ്യറിയും തമ്മിലുള്ള പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് അമേരിക്ക വീണ്ടും വേദിയാവുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മുൻ പ്രസിഡന്റുമാരിൽ ഒരാളായ ജോൺ എഫ് കെന്നഡിയുടെ സ്മരണാർത്ഥം നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് ട്രംപിന്റെ പേര് അടിയന്തരമായി നീക്കം ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഭരണഘടനാപരമായ തത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ജഡ്ജിയുടെ ഈ ഇടപെടൽ ട്രംപ് ക്യാമ്പിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ചരിത്ര സ്മാരകങ്ങളെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പുനർനാമകരണം ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് കോടതി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കോടതി വിധിയിലെ ഏറ്റവും പ്രസക്തമായ വശം സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേര് മാറ്റാനുള്ള അധികാരം ആർക്കാണെന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ്. രാജ്യത്തിന്റെ ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക നാമത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പൂർണ്ണമായ അധികാരം ജനപ്രതിനിധി സഭയായ കോൺഗ്രസിന് മാത്രമാണെന്ന് ജഡ്ജി ക്രിസ്റ്റഫർ കൂപ്പർ തന്റെ വിധിന്യായത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ച് ഇത്തരം തീരുമാനങ്ങൾ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന ജുഡീഷ്യറിയുടെ നിലപാട് ട്രംപിന്റെ ഭരണപരമായ നീക്കങ്ങൾക്കുള്ള വലിയൊരു തടസ്സമായി മാറി. പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പുറമെ കെന്നഡി സെന്ററിനെ പൂർണ്ണമായും നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയൊരു പുനരുദ്ധാരണ പദ്ധതിയും ട്രംപ് വിഭാവനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക കേന്ദ്രം താൽക്കാലികമായി അടച്ചിടാനായിരുന്നു ട്രംപിന്റെ തീരുമാനം. എന്നാൽ പേര് മാറ്റുന്നതിനൊപ്പം ഈ വൻകിട നവീകരണ പദ്ധതിയും താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത് ട്രംപിന് ഇരട്ട പ്രഹരമായി. കേന്ദ്രം അടച്ചിടുന്നതിലൂടെ പൊതുജനങ്ങൾക്കും കലാകാരന്മാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് കോടതി ഈ നീക്കവും തടഞ്ഞത്. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ നിയമിച്ച ജഡ്ജിയാണ് ക്രിസ്റ്റഫർ കൂപ്പർ എന്നത് ഈ നിയമ പോരാട്ടത്തിന് രാഷ്ട്രീയമായ മറ്റൊരു മാനം കൂടി നൽകുന്നുണ്ട്. ഡെമോക്രാറ്റിക് ഭരണകൂടത്തിന്റെ കാലത്ത് നിയമിതനായ ജഡ്ജിയിൽ നിന്ന് തനിക്കെതിരെ ഇത്തരമൊരു വിധി ഉണ്ടായത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദവുമായി ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും രംഗത്തെത്താൻ ഇത് കാരണമായി. ഒബാമയുടെ കാലത്തെ നിയമനങ്ങളെയും ജുഡീഷ്യറിയിലെ രാഷ്ട്രീയ സ്വാധീനത്തെയും കുറിച്ചുള്ള പഴയ തർക്കങ്ങൾ ഇതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. കോടതി വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതീവ പ്രകോപിതനായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിലൂടെ അദ്ദേഹം ജഡ്ജിക്കെതിരെ കടുത്ത ഭാഷയിൽ കടന്നാക്രമണം നടത്തി. ജഡ്ജി ക്രിസ്റ്റഫർ കൂപ്പർക്ക് കടുത്ത രാഷ്ട്രീയ പക്ഷപാതിത്വമുണ്ടെന്നും നീതിന്യായ വ്യവസ്ഥയെ തനിക്കെതിരെ ആയുധമാക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു. ഈ വിധി അമേരിക്കൻ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ട്രംപ് പക്ഷത്തിന്റെ വാദം. തന്റെ സ്വപ്ന പദ്ധതികളിലൊന്നിന് കോടതി തടയിട്ടതോടെ കെന്നഡി സെന്ററിന്റെ നവീകരണത്തിനായി താൻ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. കോടിക്കണക്കിന് ഡോളറിന്റെ വികസനമാണ് കോടതി വിധി മൂലം ഈ സാംസ്കാരിക കേന്ദ്രത്തിന് നഷ്ടമാകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കെട്ടിടത്തിന്റെ നവീകരണ ചുമതലകളിൽ നിന്നും അതിന്റെ മേൽനോട്ടത്തിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് വ്യക്തമാക്കിയ ട്രംപ് സാംസ്കാരിക ലോകത്തെ ചില താല്പര്യക്കാരാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്ന് ആരോപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും ട്രംപിന്റെ ഈ കെന്നഡി സെന്റർ വിവാദം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ട്രംപിന്റെ തീവ്ര അനുയായികൾ കോടതി വിധിയെ ജുഡീഷ്യൽ അതിക്രമമായി ചിത്രീകരിക്കുമ്പോൾ പാർട്ടിയിലെ മിതവാദികളായ ചില നേതാക്കൾ ചരിത്ര സ്മാരകങ്ങളുടെ പേര് മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലതെന്ന അഭിപ്രായക്കാരാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മറുഭാഗത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയും സാംസ്കാരിക പ്രവർത്തകരും കോടതി വിധിയെ ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തത്. ജോൺ എഫ് കെന്നഡിയുടെ പൈതൃകം സംരക്ഷിക്കപ്പെട്ടുവെന്നും അമേരിക്കൻ ചരിത്രത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തിരുത്തിയെഴുതാൻ ആരെയും അനുവദിക്കില്ലെന്നതിന്റെ തെളിവാണ് ഈ വിധിയെന്നും അവർ അവകാശപ്പെട്ടു. ഒരു ഭരണാധികാരിയുടെ വ്യക്തിപൂജയ്ക്കായി പൊതുസ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത് തടയാൻ കഴിഞ്ഞത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. സാംസ്കാരിക ലോകത്തു നിന്നും കലാരംഗത്തു നിന്നും പ്രവർത്തിക്കുന്നവരിൽ
വലിയ പിന്തുണയാണ് കോടതി ഉത്തരവിന് ലഭിക്കുന്നത്. കെന്നഡി സെന്റർ വെറുമൊരു കെട്ടിടമല്ലെന്നും അത് അമേരിക്കൻ കലാ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ പ്രതീകമാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് ഈ സ്ഥാപനത്തെ വലിച്ചിഴയ്ക്കുന്നത് അതിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്ന ആശങ്കയിലായിരുന്നു കലാകാരന്മാർ. കോടതിയുടെ ഇടപെടൽ തങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയതെന്ന് പ്രമുഖ സാംസ്കാരിക സംഘടനകൾ പ്രതികരിച്ചു. ഈ സംഭവം ട്രംപിന്റെ ഭരണശൈലിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിമരുന്നിട്ടിരിക്കുകയാണ്. എല്ലാ പൊതുസ്ഥാപനങ്ങളിലും സ്വന്തം മുദ്ര പതിപ്പിക്കാനുള്ള ട്രംപിന്റെ താല്പര്യത്തിന്റെ ഉദാഹരണമായിട്ടാണ് വിമർശകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തകർച്ചയിലായ പൊതുസ്ഥാപനങ്ങളെ അത്യാധുനിക രീതിയിൽ നവീകരിക്കാനും അവയ്ക്ക് പുതിയൊരു മുഖം നൽകാനുമുള്ള ട്രംപിന്റെ ദീർഘവീക്ഷണത്തെയാണ് കോടതി തകർത്തതെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്നവരുടെ വാദം. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ വിധി അമേരിക്കയിലെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പരിധിയെ കൃത്യമായി നിർവചിക്കുന്ന ഒന്നാണ്. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയത് ഭാവിയിലും വലിയ സ്വാധീനം ചെലുത്തും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് ജഡ്ജി കൂപ്പറുടെ ഉത്തരവെന്ന് പല നിയമവിദഗ്ധരും വിലയിരുത്തുന്നു. കോടതി വിധി മൂലമുണ്ടായ ഈ തിരിച്ചടി ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമായേക്കും. ജുഡീഷ്യറിയെ തന്റെ രാഷ്ട്രീയ ശത്രുവായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സഹതാപവും അനുകൂല തരംഗവും ഉണ്ടാക്കാനായിരിക്കും ട്രംപ് ഇനി ശ്രമിക്കുക. വരാനിരിക്കുന്ന റാലികളിലും പ്രസംഗങ്ങളിലും ഈ കോടതി വിധിയെ തനിക്കെതിരെയുള്ള ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയുടെ ഭാഗമായി അദ്ദേഹം ഉയർത്തിക്കാട്ടാൻ സാധ്യതയേറെയാണ്. കെന്നഡി സെന്ററിന്റെ ഭാവി നവീകരണ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ട്രംപ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും വികസനത്തിനുമായി കോൺഗ്രസ് പ്രത്യേക ഫണ്ട് അനുവദിക്കേണ്ടി വരും. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽപ്പെട്ട് ഈ ലോകോത്തര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികൃതർ. ജോൺ എഫ് കെന്നഡി എന്ന ഇതിഹാസ നേതാവിന്റെ പേര് മാറ്റി സ്വന്തം പേര് സ്ഥാപിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മോഹങ്ങൾക്ക് ഫെഡറൽ കോടതി താൽക്കാലികമായെങ്കിലും ഒരു പൂർണ്ണവിരാമം ഇട്ടിരിക്കുകയാണ്. നവീകരണ പദ്ധതികളിൽ നിന്നുള്ള ട്രംപിന്റെ പിന്മാറ്റവും കോടതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ കടുത്ത യുദ്ധപ്രഖ്യാപനവും വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്. ചരിത്രവും വ്യക്തിഗത രാഷ്ട്രീയവും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ജുഡീഷ്യറി കൈക്കൊണ്ട നിലപാട് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ശക്തമായ കാവലാളായി ഇന്നും കോടതികൾ നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവാണ്.